ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വം. കർത്താവിൽ പ്രിയരെ, ഈ നോമ്പുകാലം ദൈവാനുഭവത്തിൻ്റെ കാലമായി നമ്മുടെ ജീവിതത്തിൽ മാറട്ടെ. കൃത്യമായി ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു ബോധ്യവും ജീവിതവും നിലനിൽക്കുന്ന കാലഘട്ടമായി നമ്മളിൽ വളരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജീവിതം യേശുക്രിസ്തു ആഗ്രഹിക്കുന്നത് പോലെ രൂപപ്പെടുവാനുള്ള ഒരു കാലഘട്ടമായി നമ്മളിതിനെ മാറ്റണം. ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ അതിനെ ഇൻഫർമേഷന് വേണ്ടിയിട്ടല്ല, ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്താൻ തക്കവണ്ണം നിങ്ങളുടെ കാതുകളെയല്ല, നിങ്ങളുടെ ഹൃദയത്തെ തുറന്നു വെച്ചുകൊണ്ട്, നിങ്ങളുടെ ചിന്തകളെയല്ല, നിങ്ങളുടെ ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കണമെന്ന് ക്രിസ്തുവിൽ നിങ്ങളെ പ്രേരിപ്പിക്കട്ടെ. ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനും ചിന്തയ്ക്കുമായി ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 43 മുതൽ 51 വരെയുള്ള വചനഭാഗമാണ്. വിശുദ്ധ യോഹന്നാൻ 1-ന്റെ 43 മുതൽ 51 വരെ. ഈ വേദഭാഗം ചില കഥാപാത്രങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. 3-4 കഥാപാത്രങ്ങളുടെ പേരുകൾ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ ഇവിടെ പറയപ്പെടുന്നു. അതിലൊരു വ്യക്തി ഫിലിപ്പോസാണ്. ഫിലിപ്പോസിൻ്റെ ഒരു പശ്ചാത്തലം പറയുമ്പോൾ അന്ത്രയോസിൻ്റെയും ഷീമോൻ്റെയും പേരുകൾ അവിടെ പറയപ്പെടുന്നുണ്ട്. വീണ്ടും അടുത്തൊരു വ്യക്തി നഥാനിയേൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ 4 കഥാപാത്രങ്ങളും ക്രിസ്തുവുമാണ് ഈ വേദഭാഗത്തിൻ്റെ പ്രമേയം. പ്രിയപ്പെട്ടവരെ, ഈ വേദഭാഗത്ത് നിന്ന് ഒരു വളരെ പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങൾ ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതയാത്രയുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. നമുക്ക് തുറന്ന മനസ്സോടെ അത് കേൾക്കാം, സ്വീകരിക്കാം, അനുഭവിക്കാം. പ്രിയപ്പെട്ടവരെ, യേശു തമ്പുരാൻ ഗലീലിയായിലേക്കുള്ള പുറപ്പെടൽ തുടങ്ങുന്നതിന് മുൻപായിട്ട് ഫിലിപ്പോസിനെ കണ്ടിട്ട് ഫിലിപ്പോസിനോട് പറയാണ്, എന്നെ അനുഗമിക്കുക. വളരെ രസകരമായി തോന്നാം ക്രിസ്തുവിൻ്റെ ഈ വിളിയും അനുഗമനത്തിനുള്ള ക്ഷണവുമൊക്കെ. ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് തിടുക്കത്തിൽ യാത്ര തിരിഞ്ഞ് തയ്യാറായി പോകുന്നതിൻ്റെ ഇടയ്ക്ക് വന്ന് പറയാണ്, എന്നെ അനുഗമിക്കുക. വെറുതെ ആ പോകുന്ന സ്ഥലത്തേക്ക് കൂടെ വരാൻ വേണ്ടിയിട്ടുള്ള ക്ഷണമൊന്നുമല്ല. തൻ്റെ ജീവിതം തന്നെ ക്രിസ്തുവിന് വേണ്ടി അർപ്പിച്ച് ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു തീവ്രമായ ശ്രമമാണ് ക്രിസ്തു ഇവിടെ നടത്തുന്നതെന്നുള്ളത് ഓർക്കണം. അപ്പോൾ ഇതൊരു ജീവിതത്തിൻ്റെ തന്നെ ഒരു അർപ്പണമാണ്. മുന്നോട്ടുള്ള ഈ വ്യക്തിയുടെ ജീവിത കാലഘട്ടത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന സുപ്രധാനമായൊരു ക്ഷണമാണ് ഈ ക്ഷണം എന്ന് പറയുന്നത്. പക്ഷെ അത് നടക്കുന്ന ഇടം, നടക്കുന്ന സമയം, അത് നടക്കാൻ തക്കവണ്ണമുള്ള ഒരുക്കം, അത് സ്വീകരിക്കുന്ന രീതി, അത് സ്വീകരിക്കാനെടുക്കുന്ന തയ്യാറെടുപ്പുകൾ, ഇതൊക്കെ വളരെ ശ്രദ്ധേയമാണ്. ഈ പറഞ്ഞ ഘടകങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ടത്. ലൈഫ് ലോങ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ താൻ ഏറ്റെടുക്കുന്ന ഒരു കൺവിക്ഷൻ, ആ ഒരു കൺവിക്ഷനിലുള്ള ഇൻവിറ്റേഷൻ നടക്കുന്നത് അങ്ങനെ യാതൊരു ഒരുക്കങ്ങളും ഇല്ലാതെ വളരെ പെട്ടെന്നായിട്ടുള്ള ഒരു ഇതാണ്, വളരെ സഡനായിട്ടുള്ള ഒരു പ്രതികരണമാണ്. ഇത് ഫിലിപ്പോസിനെ വിളിക്കുന്ന സമയത്ത് മാത്രമല്ല നമ്മൾ കാണുക, തൻ്റെ ഏതൊരു ശിഷ്യനെ ക്രിസ്തു വിളിക്കുന്ന സമയത്തും ഈ വിളിയുടെ ഒരവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലർ വല നന്നാക്കിക്കൊണ്ടിരിക്കുന്നു, ചിലർ ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുന്നു, ചിലർ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നു. നേരെ ചെല്ലുന്നു, അടുത്ത് ചെല്ലുന്നു, എന്നെ അനുഗമിക്കുക. നേരെ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഇങ്ങനെ കർത്താവിൻ്റെ പിന്നാലെ പോകുന്ന ഒരു അനുഭവമാണ്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൻ്റെ വിളി എന്നും ഇങ്ങനെയാണ്. ക്രിസ്തു ഒരു വ്യക്തിയെ വിളിക്കുന്നതിന് ആലോചനയോ അന്വേഷണമോ ചിന്തിച്ച് തീരുമാനിക്കാമെന്നോ കുറച്ച് കഴിയട്ടെ എന്നോ അടുത്ത ദിവസം ആകട്ടെ എന്നോ ഇങ്ങനെയുള്ള നിലപാടുകളൊന്നും യഥാർത്ഥത്തിൽ നമ്മളിൽ നിന്ന് വരാൻ പാടില്ലാത്തതാണ്. ക്രിസ്തു ഒരു വ്യക്തിയെ വളരെ ബോധ്യത്തോടു കൂടി വന്ന് വിളിക്കുമ്പോൾ എന്നെ വിളിച്ചത് യേശു ക്രിസ്തു ആണെന്നുള്ള അവബോധത്തോടെ ക്രിസ്തു ആഗ്രഹിക്കുന്ന ഒരു ജീവിത രീതിയിലേക്ക് എടുത്തു ചാടാനുള്ള ചങ്കൂറ്റമാണ് ഒരു ക്രിസ്ത്യാനി തൻ്റെ ജീവിതത്തിൽ ആദ്യം കാണിക്കേണ്ടത്. ഒരു ക്രിസ്തു ശിഷ്യൻ്റെ പ്രഥമ പ്രതികരണം ഇവിടെ ആയിരിക്കണം. ഒരു ചങ്കൂറ്റം, എടുത്തു ചാടാനുള്ള ഒരു ചങ്കൂറ്റം, ക്രിസ്തു വിളിക്കുന്ന വഴിക്ക് ഇറങ്ങിപ്പോകാനുള്ള ഒരു ചങ്കൂറ്റം. പ്രിയപ്പെട്ടവരെ, ആ ഒരു അനുഭവത്തിലേക്കുള്ള ക്ഷണമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഈ ശുശ്രൂഷയിലൂടെ ഇന്ന് നൽകാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്.
ഈ ശിഷ്യന്മാരിൽ മാത്രമല്ല, വേറെ പലരെയും കർത്താവ് ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്. രോഗശാന്തി കൊടുത്ത ആൾക്കാരെ എന്നെ അനുഗമിക്കാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് വേണം എന്ന് ചോദിക്കുന്ന ആളോട് എന്നെ അനുഗമിക്കാൻ പറയുന്നുണ്ട്. ഒരുപാട് ആൾക്കാരുടെ യേശു ക്രിസ്തു തന്നെ അനുഗമിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അനുഗമനത്തിൻ്റെ വിളിയിൽ വളരെ പെട്ടെന്ന് പ്രതികരിച്ച് അതിനോട് അനുകൂല ഭാവം കാണിച്ച ശിഷ്യഗണങ്ങളാണ് കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ 12 പേരെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു മേഖലയാണ്. എന്തായിരുന്നാൽ തന്നെയും ഫിലിപ്പോസിനെ യേശു ക്രിസ്തു അങ്ങനെ വിളിച്ചു. ഫിലിപ്പോസ് ആ വിളിയോട് വളരെ ചാടി പ്രതികരിച്ചു. ആലോചനയില്ല, ചിന്തയില്ല, വേറെ തീരുമാനം എടുക്കലില്ല, ഒന്നുമില്ല. വിളി കേട്ടു, ഇറങ്ങിപ്പോയി, കർത്താവിനെ അനുഗമിച്ചു. അത് കഴിഞ്ഞ് നടക്കുന്ന ഒരു ഘടകമാണ്, ശ്രദ്ധിക്കണം. ഫിലിപ്പോസിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: ഫിലിപ്പോസോ ആന്ത്രയോസിൻ്റെയും ശമൗൻ പത്രോസിൻ്റെയും പട്ടണമായ ബെത്സൈദായിൽ നിന്നുള്ളവനായിരുന്നു എന്നാണ്. ആ വാക്ക് അവിടെ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ളതിൽ ഒരു പ്രധാന കാര്യമുണ്ടെന്ന് എൻ്റെ വിചാരം. കാരണം യേശുക്രിസ്തു ഇങ്ങനെ വിളിച്ചപ്പോൾ തന്നെ യേശുക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ഫിലിപ്പോസിന് പ്രേരണാഘടകമായ വ്യക്തികളായിട്ട് തീർച്ചയായിട്ടും അന്ത്രയോസും പത്രോസും മാറ്റപ്പെട്ടിട്ടുണ്ടാകാം. കാരണം അവരുടെ നാട്ടിൽ നിന്നുള്ളവനാണ് ഫിലിപ്പോസ് എന്ന് പറയുമ്പോൾ അവർ ഇതിനു മുൻപ് യേശുവിൻ്റെ വിളി കേട്ട് യേശുവിനോട് പ്രതികരിച്ച ഒരു സമൂഹമാണ്, വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രതികരണം പോലെ തന്നെയുള്ള ഒരു പ്രതികരണം ഫിലിപ്പോസിൽ ഇവിടെ രൂപപ്പെടുന്നു. അവരുടെ ജീവിതത്തിൽ അവർ ക്രിസ്തുവിനെ അനുസരിച്ചപ്പോൾ, ക്രിസ്തുവിൻ്റെ വിളിയോട് അനുകൂലമായി പ്രതികരിച്ചപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ രൂപാന്തരം മിക്കവാറും ഫിലിപ്പോസിനെ ഒരു ചിന്തയിലേക്ക്, ഒരു അന്വേഷണത്തിലേക്ക്, ഒരു ക്രിസ്തുവാന്വേഷണത്തിലേക്ക് നയിച്ചിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ചിന്ത. എന്തായിരുന്നാൽ തന്നെ ഒരു കാര്യം ഇവിടെ വളരെ പ്രകടമാണ്. ഇത് ചെയിനായിട്ട് രൂപപ്പെടുന്ന ഒരു കാര്യമാണ്. ദൈവാനുഭവം എന്ന് പറയുന്നത്, ക്രിസ്തു ശിഷ്യത്വം എന്ന് പറയുന്നത് വളരെ ചെങ്ങല പോലെ പടർന്നു പിടിക്കുകയാണ്. ഒരു വ്യക്തി ക്രിസ്തുവിനെ അറിയുന്നു, ക്രിസ്തുവിനെ അനുഗമിക്കുന്നു, ആ വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് ഈ ദൈവാനുഭവത്തിൻ്റെ കൃപ പകരപ്പെടുന്നു എന്നുള്ളതാണ്. ഇവിടെ നഥാനിയേലിൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോഴും അതാണ് കാണുക. നഥാനിയേൽ എന്ന് പറയുന്ന വ്യക്തിയുടെ അടുക്കൽ ഫിലിപ്പോസ് കടന്നു വന്നിട്ട് ഫിലിപ്പോസ് പറയുകയാണ്. എന്താണ് ഫിലിപ്പോസ് പറയുന്ന വാക്ക്? വളരെ ശ്രദ്ധേയമാണ്. ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യൗസേപ്പിൻ്റെ പുത്രനായ യേശു എന്ന നസ്രത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ഐ ഫൗണ്ട് എന്നുള്ളൊരു പദമാണ് ഇതിന് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളതായിട്ട് നമ്മൾ കാണുക ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ. ഐ ഫൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൽ നിന്ന് അർത്ഥമാക്കുന്നത്? ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ഞാൻ കണ്ടു എന്നുള്ളതല്ല, ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ഐ ഫൗണ്ട് എന്ന് പറയുമ്പോൾ ഐ സോ എന്ന് പറയുന്നതിനപ്പുറത്തേക്കുള്ള വളരെ വിപുലമായ ഒരർത്ഥതലം ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ഫിലിപ്പോസ് ഇവിടെ നഥാനിയേലിൻ്റെ അടുത്ത് യേശുക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ കാഴ്ചയ്ക്കപ്പുറമായ ഒരു കാഴ്ചയിലേക്ക് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം ഫിലിപ്പോസിന് വളർന്നതിൻ്റെ, രൂപപ്പെട്ടതിൻ്റെ പ്രകടമായ ഒരു ലക്ഷണമായിട്ട് നമുക്കതിനെ കാണാൻ സാധിക്കും. ഇന്നത്തെ ക്രിസ്ത്യാനികൾ പലരും യേശുക്രിസ്തുവിനെ കാണുന്നവരാണ്, യേശുക്രിസ്തുവിനെ കണ്ടെത്തുന്നവരല്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ക്രിസ്തുവിനെ കണ്ട് തൃപ്തി അടഞ്ഞ് ജീവിപ്പാൻ, ക്രിസ്തുവിനെ കാണിച്ച് തൃപ്തി അടഞ്ഞ് ജീവിക്കാനും ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ. ക്രിസ്തുവിനെ കണ്ട് തൃപ്തരാകാനും ക്രിസ്തുവിനെ കാണിച്ച് തൃപ്തനാക്കാനും ശ്രമിക്കുന്ന വ്യക്തികൾ. ഇതാണ് നമ്മുടെ ജീവിതത്തിലെ അനുഭവം. ക്രിസ്തുവിനെ കണ്ട് തൃപ്തനാകാനുമല്ല ക്രിസ്തു ആഗ്രഹിക്കുന്നത്, ക്രിസ്തുവിനെ കാണിച്ച് അവനെ തൃപ്തനാക്കാനുമല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്, മറിച്ച് ക്രിസ്തുവിനെ കണ്ടെത്തി അവനെ സ്വന്തമാക്കാനാണ് ക്രിസ്തു നിങ്ങളിൽ ആഗ്രഹിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു തിരിച്ചറിവിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശു ക്രിസ്തുവിനെ കണ്ടെത്തി, കാണാനല്ല കണ്ടെത്താനാണ് ഐ ഫൗണ്ട്. ഈ കണ്ടെത്തുക എന്ന പദപ്രയോഗവുമായി ബന്ധപ്പെട്ട് വളരെ പല ഉപമകളെ എൻ്റെ സുവിശേഷത്തിൽ പറയുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. സ്വർഗരാജ്യവുമായി ബന്ധപ്പെട്ടൊക്കെയും നാണയം കാണാതെ പോയത് കണ്ടെത്തുന്നതും നഷ്ടപ്പെട്ട ആടിനെ കണ്ടെത്തുന്നതും ഉൾപ്പെടെയുള്ള ഒരുപാട് ഉപമകൾ നമുക്ക് കണ്ടെത്തി എന്ന പദം കൊണ്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ എന്താണ്? കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് പുതിയതായിട്ടൊന്നിനെ കാണുകയല്ല, ഉള്ളതൊന്നിനെ തിരിച്ചറിയുന്ന അനുഭവമാണ് വാസ്തവത്തിൽ കണ്ടെത്തുക. യേശുക്രിസ്തുവിനെ കണ്ടെത്തുകയാണ്, കാണുകയല്ല. പുതിയതൊന്നിനെ മനസ്സിലാക്കുകയല്ല, കാണുകയല്ല, ഉള്ളതൊന്നിനെ തിരിച്ചറിയുകയാണ്. പലപ്പോഴും ഇന്ന് യേശുക്രിസ്തുവിനെ നമ്മൾ കാണുന്നുണ്ട്, യേശുക്രിസ്തുവിനെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഹൃദയത്തിൽ ഒരു ക്രിസ്തുവിനെ കണ്ടെത്തുന്നുണ്ടോ?
നിന്നിൽ തന്നെ വസിക്കുന്ന ഒരു ക്രിസ്തുവിനെ കണ്ടെത്തുന്നുണ്ടോ? ദൈവം തൻ്റെ സ്വന്തം ഛായയിലും സദൃശ്യത്തിലുമാണ് നിന്നെ സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ, ദൈവത്തിൻ്റെ ഭാവങ്ങൾ, ദൈവത്തിൻ്റെ പല പല വിചാരങ്ങളും നിൻ്റെ ഹൃദയത്തിൽ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണ് നീ. സൃഷ്ടാവായ ദൈവത്തിൻ്റെ പല ഘടകങ്ങളും നിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്, നിന്നിൽ തന്നെയുണ്ട്. ആ ഉള്ളിലുള്ളവനെ കണ്ടെത്താനുള്ള ഒരു അന്വേഷണം പ്രിയപ്പെട്ടവരെ ഫിലിപ്പോസ് ആ കണ്ടെത്തൽ നടത്തി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നഥാനിയേലിൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ ക്രിസ്തുവിനെ കാണുകയാണോ കണ്ടെത്തുകയാണോ ചെയ്തത് എന്നുള്ളത് എങ്ങനെ അറിയാം? നിങ്ങളുടെ പ്രതികരണത്തിൽ നിന്നറിയാം. കണ്ടെത്തിയ ഒരു വ്യക്തി ആ കണ്ടെത്തിയത് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. കണ്ടെത്തിയ ഒരു വ്യക്തി അറിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. കണ്ട ഒരു വ്യക്തി അതൊരു ഇൻഫോർമേഷനായിട്ട് മാത്രം അയാളുടെ ഉള്ളിൽ കിടക്കും. ശരി, ഞാൻ കണ്ടു, അത്രയേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഒരു ക്യാൻസർ ഹോസ്പിറ്റൽ ഉണ്ട് എന്ന് കരുതുക. ആ ക്യാൻസർ ഹോസ്പിറ്റല് ഞാനിങ്ങനെ യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് കണ്ടു. അതൊരു ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, നല്ല ഹോസ്പിറ്റലാണ്, ഓക്കെ, കൊള്ളാം, കണ്ടു, പോയി. ഞാനതിനെക്കുറിച്ച് ആരോടും പറയണമെന്നോ കണ്ടെത്തണമെന്നോ അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നോ ഒന്നുമില്ല. പക്ഷേ എനിക്ക് ക്യാൻസർ രോഗം വന്നിട്ട് ഞാൻ ആ ക്യാൻസർ സെൻ്ററിൽ പോയി അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് ആ ട്രീറ്റ്മെൻറ്റിലൂടെ എനിക്ക് ഹീലിംഗ് പവർ കിട്ടിക്കഴിഞ്ഞാൽ, ആ ഹീലിംഗ് ലഭിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഞാൻ കണ്ടെത്തി. അവിടെ എന്താണ് നടക്കുന്നത്, അവിടുത്തെ മുഴുവൻ കാര്യങ്ങളും ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അവിടെ ഞാനത് മറ്റുള്ളവരോട് പറഞ്ഞേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, നിങ്ങൾ ഇന്നയിടത്ത് ചെല്ല്, ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തതാണ്. നിങ്ങൾ അവിടെ ചെല്ലണം, സൗഖ്യത്തെ നിങ്ങൾ കണ്ടെത്തണം. ഞാനിത് പറഞ്ഞതിന് വേണ്ടിയിട്ടാണ്. ഹൃദയത്തിൽ യേശുക്രിസ്തുവിനെ തിരിച്ചറിയുന്ന, മനസ്സിലാക്കുന്ന ഒരു അനുഭവത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മാത്രമാണ് ഈ കണ്ടെത്തലിൻ്റെ ഒരു അനുഭവം നമുക്ക് നടക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഫിലിപ്പോസിനെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിനെ വ്യക്തിപരമായി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതിന് സംശയമൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ആ കണ്ടെത്തിയ ഫിലിപ്പോസ് യേശുക്രിസ്തുവിനെ നഥാനിയേലിന് കാണിച്ചു കൊടുക്കുന്ന അനുഭവത്തിലേക്കുള്ള പ്രേരണാഘടമായി മാറ്റപ്പെടുന്നു എന്നുള്ളതാണ്. എന്നിട്ട് നഥാനിയേലിൻ്റെ അടുത്തേക്ക് ഫിലിപ്പോസ് കടന്നു എന്നിട്ട് പറയുകയാണ്, എന്താണ് ആ വാക്ക്? ഞാനൊന്നുകൂടെ പറയട്ടെ. ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യൗസേപ്പിൻ്റെ പുത്രനായ യേശു എന്ന നസ്രത്തുകാരൻ തന്നെ. ഇവിടെയാണ് നഥാനിയേലിൻ്റെ പ്രതികരണം. നഥാനിയേൽ വളരെ കൃത്യമായിട്ടൊരു ചോദ്യം തിരിച്ചു ചോദിക്കുകയാണ് ഫിലിപ്പോസിനോട്. നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ഈ ചോദ്യത്തിന് വിളിക്കുന്ന പേരാണ് മുൻവിധി. ഈ ചോദ്യത്തിൻ്റെ പിന്നിലുള്ള വികാരത്തിന് വിളിക്കേണ്ട പേരാണ് മുൻവിധി. ഇന്ന് അനേകർക്ക് യേശുക്രിസ്തുവിനെ, ക്രിസ്തു ബന്ധത്തിലുള്ള സ്വാതന്ത്ര്യത്തെ കണ്ടെത്താൻ കഴിയാതെ പോകുന്നത് ഈ മുൻവിധി എന്ന് പറയുന്ന തിന്മ കൊണ്ടാണ്. എല്ലാ കാര്യങ്ങളെയും മുൻവിധിയോടുകൂടിയാണ് സമീപിക്കുന്നത്. വ്യക്തമായി അറിഞ്ഞിട്ടല്ല, വ്യക്തമായി മനസ്സിലാക്കിയിട്ടല്ല, വ്യക്തമായി ഉൾക്കൊണ്ടിട്ടല്ല, മറിച്ച് തികച്ചും മുൻവിധിയോടുകൂടെ സമീപിക്കുകയാണ്. എന്നിട്ട് മുൻവിധിയോടുകൂടെ പ്രഖ്യാപിക്കുകയാണ്, പ്രിയപ്പെട്ടവരെ, അത് അങ്ങനെയാണ്, അതിങ്ങനെയാണ്. ഏതെങ്കിലും ഒരു ശുശ്രൂഷാലയത്തെക്കുറിച്ചോ ധ്യാന കേന്ദ്രത്തെക്കുറിച്ചോ ഒക്കെ പലപ്പോഴും നമ്മൾ മുൻവിധി പ്രഖ്യാപിക്കും. അവിടെ പോകണ്ട, അവിടെ ഇങ്ങനെയാണ്, ഇവിടെ പോകാം, ഇവിടെ ഇങ്ങനെയാണ്. അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കണ്ടാൽ തന്നെ നമ്മൾ പറയും, അവനിങ്ങനെയൊക്കെ ആയിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ മുൻവിധി അനേകർക്ക് ക്രിസ്തുവിനെ കണ്ടെത്താൻ ഇന്ന് തടസ്സമാണ്. നമ്മളുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ കണ്ടെത്താൻ തടസ്സമായി മുൻവിധി എന്ന് പറയുന്ന തിന്മ നമ്മളിൽ സജീവമായി വ്യാപരിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. മുൻവിധിയോടുകൂടിയാണോ നമ്മൾ ക്രിസ്തുവിനെ കണ്ടെത്താൻ? നമ്മൾ എല്ലായിടത്തും ഒരു അന്വേഷണം ഉണ്ടാകണം. ഒരു കാര്യവും മുൻവിധിയല്ല. ഒരു കുഞ്ഞ് നമ്മളോട് യേശുക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയാൽ അവിടെ പോലും ഒരു അന്വേഷണം ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ആ അന്വേഷണം ഉണ്ടാകുമ്പോൾ നമ്മൾ അവിടെയും ക്രിസ്തു നമ്മളോട് സംസാരിക്കുന്നുണ്ടോ? അതൊരു കുട്ടിയല്ലേ എന്ന് പറഞ്ഞവനെ മാറ്റി നിർത്തുകയല്ല. ഈ അടുത്ത കാലത്ത് ഒരു അപ്പൻ എന്നോട് പങ്കുവെച്ചൊരു കാര്യമാണ്. ആ അപ്പന് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ടുള്ളൊരു മനുഷ്യനാണ്. അതുകൊണ്ട് ഇൻ്റർനെറ്റ്, വാട്സാപ്പ് ഇതൊക്കെ എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ട്. അങ്ങനത്തെ സ്വഭാവമുള്ള ഈ അപ്പനെ ഒരിക്കൽ തൻ്റെ കൊച്ചു മകൻ വന്നിട്ട് ഈ അപ്പനോട് പറഞ്ഞു, അപ്പ ഈയിടെയായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര അഡിക്റ്റാണ്. അപ്പ എപ്പോഴും മൊബൈലിൻ്റെ പുറകെ, അപ്പ ഈ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞു. ഒരു കൊച്ചു കുഞ്ഞാ പറഞ്ഞു, അവൻ്റെ മോൻ തന്നെ പറഞ്ഞു. പക്ഷേ മോൻ പറഞ്ഞ ആ വാക്ക് ഈ അപ്പന് ഇഷ്ടപ്പെട്ടില്ല. അവൻ കൊച്ചല്ലേ, അവൻ എന്നാ അറിയാം, അവനെ അങ്ങ് തള്ളി മാറ്റും.
എന്നാൽ പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം ഈ കുഞ്ഞ് വീണ്ടും ഈ വാക്ക് ആവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിന് അത് ദൈവം സംസാരിക്കുന്നതായിട്ട് അനുഭവപ്പെട്ടു എന്നും അദ്ദേഹം ആ സോഷ്യൽ മീഡിയ അഡിക്ഷനിൽ നിന്ന് പിൻവാങ്ങി എന്നും അദ്ദേഹം സാക്ഷ്യമായിട്ട് എൻ്റെ അടുത്ത് പങ്കുവെച്ചത് ഞാൻ ഓർക്കുകയാണ്. ഞാനിത് പറഞ്ഞത് മുൻവിധിയോടുകൂടി ആദ്യം സമീപിച്ചപ്പോൾ അദ്ദേഹത്തിന് അവിടെ രക്ഷപ്പെടാനോ സ്വാതന്ത്ര്യം പ്രാപിക്കാനോ കഴിഞ്ഞില്ല. മറിച്ച് മുൻവിധിയില്ലാതെ തൻ്റെ പറഞ്ഞതൊരു കുഞ്ഞാണെങ്കിൽ പോലും അത് സത്യമാണ് എന്നുള്ള വെളിച്ചത്തിൽ അദ്ദേഹം അത് എടുത്തു കഴിഞ്ഞപ്പോൾ അത് അദ്ദേഹത്തെ രൂപാന്തരപ്പെടുത്തുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു സുവിശേഷമായി ഇത് പരിണമിച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. അപ്പം അതുകൊണ്ട് മുൻവിധിയോടുകൂടി ഒന്നിനെയും സമീപിക്കാനായിട്ട് എന്തുകൊണ്ടാണ് നമുക്ക് മുൻവിധി ഉള്ളത്? നമ്മളുടെ ഉള്ളിൽ ക്രിസ്തു ബന്ധമില്ലാത്തത് കൊണ്ടാണ്, ക്രിസ്തുവിനെ കണ്ടെത്താത്തത് കൊണ്ടാണ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ മുൻവിധിയുള്ളത്. യേശുക്രിസ്തുവിനെ ഹൃദയപൂർവ്വം കണ്ടെത്തിയ ഒരു വ്യക്തി ഒന്നിനെയും മുൻവിധിയോടുകൂടെ സമീപിക്കത്തില്ല. ഇന്ന് ആത്മീയതയെ വളരെ മുൻവിധിയോടുകൂടിയാണ് സമീപിക്കുന്നത്. കാരണം എന്താണ്? നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് കള്ളനാണയങ്ങൾ ആത്മീയതയുടെ പേരിൽ നമ്മുടെ ചുറ്റുപാടും ഉള്ളത് നമ്മൾ കാണുന്നുണ്ട്, പത്രങ്ങളിൽ വായിക്കുന്നുണ്ട്. പല കള്ളനാണയങ്ങളും പിടിക്കപ്പെടുന്നത് നമ്മൾ അറിയുന്നുണ്ട്. അങ്ങനെ കള്ളനാണയങ്ങൾ ഒരുപാട് ആത്മീയതയുടെ മറവിൽ ചുറ്റിപ്പറ്റി നടക്കുന്നത് കൊണ്ട് ഇന്ന് എല്ലാവർക്കും മുൻവിധിയാണ്. ഒരു വ്യക്തിയും സ്പിരിച്വൽ ആണെന്ന് പ്രതീക്ഷിച്ച് അതിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് ഒന്നും മടിക്കുന്ന, അല്പം പ്രജുഡിസ്റ്റിക് ആകുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. എന്തുകൊണ്ടാണ് ആ മുൻവിധി രൂപപ്പെടുന്നത്? യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ടാണ്. യേശുക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ കർത്താവ് നമ്മളോട് സംസാരിക്കും. ഒരാളെ കാണുമ്പോൾ ക്രിസ്തു പറയും, മോനെ ഇവൻ ഫ്രോഡാണ് കേട്ടോ, ഇവൻ്റെ അടുത്തേക്ക് അടുക്കരുത്. മറ്റേയാളെ ക്രിസ്തുവിനാൽ നയിക്കപ്പെടുന്നവനെ കാണുമ്പോൾ കർത്താവ് പറയും, എടാ മോനെ ഇത് കർത്താവിനെ എൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നവനാ, ഇവൻ്റെ ഉപദേശം നിനക്ക് കേൾക്കാം, ധൈര്യമായിട്ട് അവനെ അനുസരിക്കാം. ശിഷ്യന്മാരുടെ ജീവിതം തൻ്റെ യേശുക്രിസ്തുവിൻ്റെ പീഠാസഹനം ഗത്സമനയ്ക്ക് ശേഷം താളം തെറ്റിയത് എന്തുകൊണ്ടാണ്? യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ പീഡാനുഭവത്തിന് ശേഷം ചിതറിപ്പോയത് എന്തുകൊണ്ടാണ്? യേശുക്രിസ്തുവിനെ പിടിക്കാനുള്ള ശ്രമം ആദ്യമായിട്ടൊന്നും അല്ലല്ലോ നടക്കുന്നത്, ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടല്ലോ. യേശുക്രിസ്തുവിനെ കല്ലെറിയാൻ ശ്രമം നടന്നിട്ടുണ്ടല്ലോ. എത്രയോ ക്രൈസിസിൽ കൂടെ കടന്നു പോയിട്ടുണ്ട് ക്രിസ്തു. അവിടെയൊന്നും ഈ ശിഷ്യന്മാർ അവരുടെ ഉള്ളിൽ നിന്ന് ഈ ഫെല്ലോഷിപ്പിൽ നിന്ന് മാറിപ്പോയില്ലല്ലോ, ചിതറിപ്പോയില്ലല്ലോ. എന്താ അതിൻ്റെ റീസൺ? കാരണം ക്രിസ്തു അവരുടെ കൂടെയുണ്ട്. അതുകൊണ്ടൊരു ക്രൈസിസ് വന്നാലും അവർക്കൊരു മുൻവിധിയുടെ ആവശ്യമില്ല. എൻ്റെ കർത്താവിനെ ഗൈഡ് ചെയ്യും കറക്റ്റായിട്ടുള്ള പാതയിൽ. എന്നാൽ ഗത്സമനയിൽ ക്രിസ്തു നഷ്ടപ്പെട്ടപ്പോൾ, ക്രിസ്തു സാന്നിധ്യം അവരുടെ കൂട്ടായ്മയിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് ഒന്നിനെയും വിശ്വാസമില്ല. പിന്നെ അവർക്ക് എല്ലാവരെയും ഭയമാണ്. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ ക്രിസ്തു കൂടെ ഉണ്ടായിരുന്ന സമയത്ത് കടൽ യാത്ര ചെയ്യുമ്പോഴോ എന്ത് ചെയ്യുമ്പോഴോ പ്രകൃതിയെ പോലും അവർക്ക് ഭയമില്ലായിരുന്നു. പക്ഷെ ക്രിസ്തു അവരിൽ നിന്ന് മാറിപ്പോയപ്പോൾ അവർ വാതിലുകൾ അടച്ച് പേടിച്ചിരിക്കുകയാണ്. എന്താ കാരണം? ഭയമാണ്. ആരെയും വിശ്വാസമില്ല. യേശുക്രിസ്തുവിനെ പിടിച്ചതുപോലെ തങ്ങളെ പിടിക്കാൻ വരുമോ എന്നുള്ള ഭയം അവരുടെ ഉള്ളത്തെ ഭരിക്കുന്നുണ്ട്. ആരെയും വിശ്വാസമില്ലാതെ ഭയത്തിൻ്റെ നിയന്ത്രണത്തിൽ ഈ ശിഷ്യന്മാർ ജീവിക്കുകയാണ്. എമാവൂസിലേക്ക് ശിഷ്യന്മാർ രണ്ടുപേരും മാറിപ്പോയത് കൊണ്ടാണ്, ഭയമാണ്. അവിടെ എമാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ അടുത്ത് യേശുക്രിസ്തു സംസാരിക്കാൻ വന്നപ്പോൾ ക്രിസ്തുവിനോട് സംസാരിക്കാൻ അവർ ആദ്യം മടി കാണിക്കുന്നതായി കാണുന്നുണ്ട്. അതും ഈ ഭയത്തിൽ നിന്നാണ്. മുൻവിധിയാണ്. അടുത്തു വന്നിരിക്കുന്നവൻ ആരാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. മൊത്തം മുൻവിധിയാണ്. എന്താ കാരണം? യേശുക്രിസ്തു കൂടെ ഇല്ലാത്ത വ്യക്തിക്കാണ് മുൻവിധി. യേശുക്രിസ്തു കൂടെ ഉണ്ടോ, ഉറച്ച ബോധ്യത്തിൽ മുന്നോട്ട് നീങ്ങുക. ഒരു മുൻവിധിയുടെ ആവശ്യമില്ല. ധൈര്യമായിട്ട് നീങ്ങുക. ക്രിസ്തു നിങ്ങളോട് സംസാരിക്കും, നിങ്ങളെ നയിക്കും. ഇവിടെ നഥാനിയേലിൻ്റെ ജീവിതത്തിലുണ്ടായ പ്രശ്നം അതാണ്, മുൻവിധി. പക്ഷേ ആ മുൻവിധിയോടുകൂടി പ്രതികരിക്കുന്ന ഒരാളെ, മുൻവിധിയോടുകൂടി സമീപിക്കുന്ന ഒരാളെ എങ്ങനെ തിരിച്ചു സംസാരിക്കണമെന്നുള്ളതാണ് ഇവിടെ വളരെ പ്രകടമാക്കുന്നത്. മുൻവിധിയോട് കൂടെ പറയുന്ന ആളെ ഒരുപാട് ഉപദേശിക്കാൻ ശ്രമിച്ചിട്ടൊന്നും കാര്യമില്ല. ഫിലിപ്പോസ് പറയാണ്, വന്ന് കാണുക, അത്രയ്ക്കൊരു വാക്കേ ഉള്ളൂ. അവിടെ നടക്കുന്നത് എന്താണെന്നോ യേശുക്രിസ്തു ആരാണെന്നോ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും ഫിലിപ്പോസ് എന്ന് പറയുന്ന വ്യക്തി ശ്രമിക്കുന്നില്ല. കാരണം അവിടെ ഫിലിപ്പോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ മുൻപിൽ ഒരു സുപ്രധാനമായ ബോധ്യം നിൽക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു വ്യക്തി ചെയ്യേണ്ടത് പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ്. ഒരു പരിചയപ്പെടുത്തലിനപ്പുറത്തേക്ക് ഒരു വ്യക്തിയെ ആഴമായി ഇൻഫ്ലുവൻസ് ചെയ്യാൻ, സ്വാധീനിക്കാനായിട്ടുള്ള ശ്രമമൊന്നും ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ നടത്തേണ്ടതില്ല. പരിചയപ്പെടുത്തണം ക്രിസ്തുവിനെ. പരിചയപ്പെട്ട ക്രിസ്തുവിനെ കണ്ടെത്തേണ്ടത് ഈ വ്യക്തിയുടെ എഫേർട്ടാണ്, നഥാനിയേലിൻ്റെ എഫേർട്ടാണ്. പരിചയപ്പെടുത്തുന്ന ദൗത്യമാണ് സുവിശേഷകൻ നിർവഹിക്കുക, ശിഷ്യൻ നിർവഹിക്കുക. കണ്ടെത്തേണ്ടത് വ്യക്തിയുടെ ദൗത്യമാണ്, ഉത്തരവാദിത്വമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ ഒരു പരിചയപ്പെടുത്തലിൻ്റെ അപ്പുറത്തേക്ക് നഥാനിയേലുമായിട്ടുള്ള ബന്ധത്തിൽ ഒന്നും ചെയ്യുന്നില്ല ഫിലിപ്പോസ് എന്നുള്ളതാണ്.
വന്ന് കാണുക എന്ന് പറയുന്നുണ്ട്. അവിടെ നഥാനിയേൽ വളരെ സത്യസന്ധമായി പ്രതികരിച്ചു, വന്ന് കാണാൻ തീരുമാനിച്ചു. വന്നു, യേശുക്രിസ്തുവിനെ കണ്ടു, വ്യക്തമായിട്ട് കണ്ടു. കണ്ട സമയത്ത് യേശുക്രിസ്തു ഒരു വാക്ക് പറയണം, നഥാനിയേലേ, നീ സാക്ഷാൽ ഇസ്രായേലിയൻ, നിന്നിൽ കപടമില്ല. ഇത് വളരെ നല്ലൊരു സാക്ഷ്യമാണ്. പ്രത്യേകിച്ച് ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൽ ഇസ്രായേലിലെ പ്രമാണിമാരും നേതാക്കന്മാരും ആളുകളും ഇസ്രായേൽ ജനവുമായിട്ടുള്ള ബന്ധത്തിൽ ക്രിസ്തു ഫേസ് ചെയ്യുന്ന ഒരു വലിയ സങ്കടമുണ്ട്, ദുഃഖമുണ്ട്. എന്താണെന്നറിയാമോ? കപട ആത്മീയത. കൽപ്പനകളുടെ അക്ഷരം പ്രതിയുള്ള അനുസരണം നടത്തുന്നുണ്ട്, ചട്ടപ്പതി പാലനം നടത്തുന്നുണ്ട്. എന്നാൽ ദൈവബന്ധത്തിൻ്റെ വിഷയത്തിലോ തികച്ചും കാപട്യം, സമ്പൂർണ്ണ കാപട്യം. ഇതാണ് ക്രിസ്തു യഹൂദനെ സംബന്ധിച്ചും ഇസ്രായേലിനെ സംബന്ധിച്ച് ഫേസ് ചെയ്യുന്ന സുപ്രധാനമായ സങ്കടം. ആ സങ്കടത്തിൻ്റെ നടുവിലാണ് കാപട്യമില്ലാത്ത ഇസ്രായേലിയൻ എന്ന ഒരു അംഗീകാരം, എന്നൊരു സർട്ടിഫിക്കറ്റ് നഥാനിയേൽ എന്ന് പറയുന്ന വ്യക്തിത്വത്തിന് ക്രിസ്തു നൽകുന്നത് എന്നുള്ളതാണ്. പക്ഷെ അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ ഒരു സൂചനയുണ്ട്. ആ സർട്ടിഫിക്കറ്റ് നഥാനിയേൽ ലഭിക്കുന്നുണ്ട്. പക്ഷേ അവിടെ യേശുക്രിസ്തു വേറൊരു കാര്യം പറയാണ്, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുൻപ് നീ അത്തിയുടെ ചുവട്ടിലായിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടിരുന്നു. അവിടെ ഈ അത്തിയുടെ ചുവട്ടിൽ നടന്നതെന്താണെന്ന് ആർക്കും അറിയത്തില്ല. പലരും പല വ്യാഖ്യാനങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഒരു വ്യക്തിപരമായ ദൈവാനുഭവത്തിൻ്റെ, ദൈവബന്ധത്തിൻ്റെ എന്തോ ഒരു കാര്യമാണ് അത്തിയുടെ ചുവട്ടിൽ നടന്നിട്ടുള്ളത്. നഥാനിയേലിനും ദൈവത്തിനും മാത്രം അറിയാവുന്ന വ്യക്തിപരമായ ദൈവാനുഭവത്തിൻ്റെ കഥയാണ് ക്രിസ്തു ഇവിടെ പറയുന്നത്. നഥാനിയേൽ, നീ അത്തിയുടെ ചുവട്ടിലിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടതാ. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് നഥാനിയേൽ പ്രഖ്യാപിക്കുന്നത് എന്താണ്? നീ തന്നെ ഇസ്രായേലിൻ്റെ രാജാവ്, നീ ദൈവപുത്രൻ. ഇത് വളരെ കൃത്യമായിട്ട് നഥാനിയേൽ പ്രഖ്യാപിക്കുമ്പോൾ യേശുക്രിസ്തു പറയാണ്, അത്തിയുടെ ചുവട്ടിൽ ഞാൻ നിന്നെ കണ്ടു എന്ന് നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നീ വിശ്വസിക്കുന്നുവോ? നീ അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ഇനി കാണും. ഇനി കാണുന്ന കാര്യം എന്താണ്? ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. ശക്തമായ ഒരു ബോധ്യമാണ്, വെളിച്ചമാണ് ക്രിസ്തു സംസാരിക്കുന്നത്. ഈ നഥാനിയേൽ എന്ന് പറയുന്ന വ്യക്തി യേശുക്രിസ്തുവിനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ക്രിസ്തു കൊടുക്കുന്ന ഒരു ഓഫറാണ്, ഇനി ഒരു പുതിയ കാഴ്ച കൂടെ കാണാനുള്ള സാധ്യതയാണ് ഈ കണ്ടെത്തലിലൂടെ നീ നേടിയെടുത്തിരിക്കുന്നത്. ഏതാണ് ആ കാഴ്ച? സ്വർഗം തുറന്നിരിക്കുന്നതും മാലാഖമാർ കയറുന്നതും ഇറങ്ങുന്നതും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നീ ദൈവരാജ്യം കാണും, നീ നിത്യത കാണും എന്നുള്ളതാണ് അർത്ഥം. നീ ദൈവരാജ്യം സ്വന്തമാക്കും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതിനപ്പുറത്തേക്ക് വേറൊരർത്ഥം കാണേണ്ടതില്ല. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യം സ്വന്തമാക്കാനുള്ള ആ ഒരു അവകാശമാണ് വാസ്തവത്തിൽ നഥാനിയേൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഈ സുപ്രധാനമായ തീരുമാനത്തിലൂടെ നേടിയെടുത്തത് എന്നുള്ളത് തികച്ചും ശ്രദ്ധേയമായൊരു വസ്തുതയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തിപരമായി നമ്മളോട് സംസാരിച്ചു. നമ്മളുടെ ജീവിതവും ക്രിസ്തുവിനെ കാണുന്നതല്ല, കണ്ടെത്തേണ്ടതാകണം. കണ്ടെത്തുന്ന വ്യക്തി ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നവനാകണം. പരിചയപ്പെടുത്തുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്ക് ദൗത്യമൊന്നുമില്ല. പരിചയപ്പെട്ട ക്രിസ്തുവിനെ കണ്ടെത്തുക എന്നുള്ളത് ആ ക്രിസ്തുവിനെ പരിചയപ്പെടുന്ന അല്ലെങ്കിൽ ആ ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുന്ന വ്യക്തിയുടെ ഉത്തരവാദിത്വമാണ്. പരിചയപ്പെടുത്തുന്ന ആളുടെ റോളല്ല. വ്യക്തിപരമായ ക്രിസ്തുവിനെ കണ്ടെത്താനും സ്വീകരിക്കാനും തയ്യാറായാൽ നിശ്ചയമായും ദൈവരാജ്യവും ആ വ്യക്തിക്ക് അവകാശമായി ലഭിക്കുന്നു എന്നുള്ള സുപ്രധാനമായ സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ ആഴമായി സ്വാധീനിക്കട്ടെ. ഈ നോമ്പ് കാലത്ത് ക്രിസ്തുവിനെ കണ്ടെത്തുന്നവരായി മാറാൻ തമ്പുരാൻ നിങ്ങളെ ഒരുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വചന ശുശ്രൂഷ അവസാനിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ തമ്പുരാനെ, കേൾപ്പിച്ച ജീവൻ്റെ വചസ്സുകൾക്കായി സ്തോത്രം. നഥാനിയേലിൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ കണ്ടെത്തിയ ദൈവാനുഭവത്തെക്കുറിച്ചാണല്ലോ ഇന്ന് ഞങ്ങൾ വചനത്തിലൂടെ കേട്ടത്. തമ്പുരാനെ, കാണുകയല്ല, അങ്ങയെ കണ്ടെത്താൻ ഞങ്ങളുടെ ഉള്ളങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. അതിന് തക്കവണ്ണം ഞങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങ് ഏറ്റുപറഞ്ഞ് ദൈവരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം അവകാശമായി സ്വീകരിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. പരിശുദ്ധ മാതാവേ, സകല വിശുദ്ധന്മാരെ പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ.